നമസ്കാരം, തുല്യത ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഉൽപ്പാദനവും ചെലവും എന്നതിലെ 2ാമത്തെ പാർട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് 1ാമത്തെ പാർട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2ാമത്തെ പാർട്ടിൽ 3 തരം ഉൽപ്പന്നങ്ങളാണ്. ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ 3 തരം ഉൽപ്പന്നങ്ങളുണ്ട്. അതിലൊന്ന് മൊത്തം ഉൽപ്പന്നം, അതായത് ടോട്ടൽ പ്രോഡക്റ്റ്, TP എന്ന് ഷോർട്ട് ഫോമിൽ പറയും. രണ്ടാമത്തേത് ശരാശരി ഉൽപ്പന്നം, അതായത് ആവറേജ് പ്രോഡക്റ്റ്, AP എന്ന് പറയും. മൂന്നാമത്തേത് സീമാന്ത ഉൽപ്പന്നം, മാർജിനൽ പ്രോഡക്റ്റ്, അതായത് MP എന്ന് പറയും. ഷോർട്ട് ഫോമിൽ TP, AP, MP എന്നറിയപ്പെടുന്ന 3 ഉൽപ്പന്നങ്ങൾ. ഈ 3 ഉൽപ്പന്നങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടേബിൾ ക്ലിയർ ചെയ്യാൻ പ്രോബ്ലം പോലെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ 3 ഉൽപ്പന്നങ്ങൾ എന്ന് ക്ലിയർ ചെയ്യണം. ആദ്യത്തേത് ടോട്ടൽ പ്രോഡക്റ്റ് ആണ്. ടോട്ടൽ പ്രോഡക്റ്റ്, അതായത് TP എന്ന് പറയുന്നത് മൊത്തം ഉൽപ്പന്നം, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ എണ്ണവും അതിൻ്റെ വിലയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് TP എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണം, ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അത്തരം വസ്തുക്കളുടെ എണ്ണവും ആ ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിവേശം, അതാണ് നമ്മൾ ഇൻപുട്ടിനെ മലയാളത്തിൽ പറയുക നിവേശം. നിങ്ങൾ ഇൻപുട്ട് എന്ന് പഠിച്ചാൽ മതി. നിവേശം എന്നുള്ള വാക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, മനസ്സിൽ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണവും ആ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് TP അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ്, മൊത്തം ഉൽപ്പന്നം. ക്ലിയർ ആയോ? മൊത്തം ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? TP = P ഗുണിക്കണം Q എന്നാണ്. P എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വില അങ്ങനെ പറയാം. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വിലയെ അങ്ങനെയും പറയാം നമുക്ക്. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വിലയെ, മൊത്തം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വിലയെ അതിൻ്റെ എണ്ണം കൊണ്ട്, അതായത് നിവേശം കൊണ്ട്, ഇൻപുട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? മൊത്തം ഉൽപ്പന്നം. ഓക്കെ, അപ്പോൾ ഇക്വേഷനായിട്ട് പഠിക്കുക. TP = P × Q. P എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചു വെച്ച വസ്തുക്കളുടെ വിലയാണ്. Q എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വന്ന അതിൻ്റെ നിവേശം അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ എണ്ണമാണ്, അല്ലെങ്കിൽ വസ്തുക്കളുടെ എണ്ണം. ഓക്കെ, അങ്ങനെ പഠിക്കുക. വസ്തുക്കളുടെ എണ്ണത്തെ അതിൻ്റെ വില കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ പ്രോഡക്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ നിവേശ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ ഉൽപ്പാദിപ്പിച്ച വസ്തുവിൻ്റെ വില കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് TP അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ്. അതാണ് കറക്റ്റ് തിയറി ആയിട്ട് പറയുക. അപ്പോൾ നമ്മളത് എളുപ്പത്തിൽ പറയുന്നു. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വിലയെ അതിൻ്റെ എണ്ണം കൊണ്ട്, അതായത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വന്ന വസ്തുക്കളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് TP. TP = P × Q. അത്രയേ ഉള്ളൂ. രണ്ടാമത്തേതാണ് ശരാശരി ഉൽപ്പന്നം. ശരാശരി ഉൽപ്പന്നം ആവറേജ് പ്രോഡക്റ്റാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തം ഉൽപ്പന്നത്തെ, ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണത്തെ അതുണ്ടാക്കാൻ വേണ്ടി വന്ന ഇൻപുട്ടിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണം TP ആണ്, ടോട്ടൽ പ്രോഡക്റ്റ്. നമ്മൾ എത്രയാണോ മൊത്തമായിട്ട് എത്ര ഉൽപ്പന്നം നിർമ്മിച്ചിട്ടുണ്ടോ അത്രയും ഉൽപ്പന്നത്തിൻ്റെ എണ്ണത്തെ അതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച ഇൻപുട്ട് എന്താണ് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി 10 വസ്തുക്കൾ കൊണ്ട്, അല്ലെങ്കിൽ 10 ഇൻപുട്ട് ഉപയോഗിച്ച് 100 വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 100 വസ്തുക്കൾ ഡിവൈഡഡ് ബൈ 10 ഇൻപുട്ട് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ഒന്നിൻ്റെ അളവ്. അതായത് ആവറേജ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയാണ് അല്ലേ. ടോട്ടൽ പ്രോഡക്റ്റിനെ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക.
ടി പി ഡിവൈഡഡ് ബൈ ക്യൂ, അതാണ് എ പി. എ പി ഈക്വൽ ടു ടി പി ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. ടി പി ഡിവൈഡഡ് ബൈ ക്യൂ. ടി പി എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്നം. മൊത്ത ഉൽപ്പന്നത്തെ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇൻപുട്ടിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഡക്റ്റ് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തേത് സീമാന്ത ഉൽപ്പന്നമാണ്. സീമാന്ത ഉൽപ്പന്നം മാർജിനൽ പ്രോഡക്റ്റ്, എം പി എന്ന് പറയും. സീമാന്ത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അധികം അല്ലെങ്കിൽ അഡീഷണൽ എന്നാണ്. അധികമാണ്, അധിക ഉൽപ്പന്നമാണ്. അപ്പോൾ അധിക ഉൽപ്പന്നം നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വെച്ച മൊത്തം വസ്തുക്കളുടെ എണ്ണത്തെ ടി പി എന്നാ പറയുക. അപ്പോൾ ഈ ടി പിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടുതൽ ഉണ്ടായി വരുന്നതാണ് അധിക ഉൽപ്പന്നം. ഓക്കെ, അതൊരു 100 വസ്തുക്കൾ ഉണ്ടാക്കി, അതിലേക്ക് വീണ്ടും നമ്മൾ ആ 100 വസ്തു പിന്നെ 150 മാറി. അപ്പം 100 150 ആകുമ്പോൾ 50ൻ്റെ വർധനവുണ്ടായി. അപ്പോൾ എന്തിലാണ് വർദ്ധിച്ചത്? ടി പിയിലാണ് വർദ്ധിച്ചത്. മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന വർധനവാണ് എം പി. അതാണ് പഠിക്കേണ്ടത്. മൊത്തം ഉൽപ്പന്നത്തിൽ, അതായത് ടി പിയിൽ ഉണ്ടാകുന്ന വർധനവ്, അതിനെ എം പി അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയും. ക്ലിയർ ആയോ? മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന വർധനവ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ടി പിയിലുണ്ടാകുന്ന വർധനവ് എന്താണ്? അതിനെയാണ് എം പി എന്ന് പറയുക. അപ്പോൾ ആ വർധനവ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം ടി പി മൈനസ് ടി പി എന്നാണ്. എങ്ങനെയാ? എം പി ഈക്വൽ ടു ടി പി മൈനസ് ടി പി. അതായത് ടി പിയിലുണ്ടായ വർധനവ് കാണാൻ രണ്ടാമത്തെ ടി പിയെ ആദ്യത്തെ ടി പി കൊണ്ട് മൈനസ് ചെയ്യുക. ആദ്യത്തെ ടി പി 100 ആണ്. അതായത് ആദ്യത്തെ മൊത്തം ഉൽപ്പന്നം 100 ആണ്. ആ 100 പിന്നീട് 150 ആയി. അപ്പോൾ രണ്ടാമത്തെ ടി പി 150 അല്ലേ? ആദ്യത്തെ ടി പി 100 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ടി പി ആയ 150നെ ആദ്യത്തെ ടി പി ആയ 100 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 50. അതാണ് എം പി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ടി പിയുടെ കോളം തന്നിട്ട് എം പി കാണാൻ പറയും, ടി പിയുടെ കോളം തന്നിട്ട് എ പി കാണാൻ പറയും. ഇതാണ് ചോദ്യം. കാൽക്കുലേഷനിൽ അങ്ങനെ വരിക. അപ്പോൾ നമുക്ക് 2 കോളാണ് തരിക. ഒന്നുകിൽ എൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു കോൾ ഉണ്ടാവും. ഫസ്റ്റ് കോളത്തിൻ്റെ പ്രത്യേകത എന്നത് ഒന്നുകിൽ എൽ എന്നായിരിക്കും, ലേബർ എൽ എന്നായിരിക്കും, അല്ലെങ്കിൽ അത് ക്യൂ ക്വാണ്ടിറ്റി എന്നുള്ള അർത്ഥത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളം ടി പി തരും നമുക്ക്, ടോട്ടൽ പ്രോഡക്റ്റ്. അപ്പോൾ ക്യൂ അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കോളത്തിൽ കുറച്ച് സംഖ്യകൾ ഉണ്ടാവും. അത് 1 2 3 4 അങ്ങനെ സംഖ്യകളായിരിക്കാം. രണ്ടാമത്തെ കോളത്തിൽ ടി പി എന്ന് തരും. അത് ഒരു 10 20 30 40 ആ രീതിയിലുള്ള സംഖ്യകളായിരിക്കാം. ഈ 2 കോളത്തിൽ സംഖ്യകൾ തന്നിട്ടും മൂന്നാമത്തെ കോളവും നാലാമത്തെ കോളവും, അതായത് എ പിയും എം പിയും കാണാൻ വേണ്ടി പറയും. അപ്പോൾ എ പി കാണാൻ വളരെ സിമ്പിളാണ്. എ പി എങ്ങനെ കാണും? എ പി കാണാനുള്ള സമവാക്യം ടി പി എ ഒന്നാമത്തെ കോളത്തിലുള്ള, അതിലെന്താണ്? എൽ ആണെങ്കിൽ എൽ കൊണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് കൊണ്ട്, അല്ലെങ്കിൽ ക്യൂ ആണെങ്കിൽ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടി പി ഡിവൈഡഡ് ബൈ ആ ഒന്നാമത്തെ കോളം. മനസ്സിലായില്ലേ? ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഹരിക്കുക. ടി പി ഹരിക്കണം ഒന്നാമത്തെ കോളം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ പിയുടെ അളവ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ എം പി കാണാൻ എന്ത് ചെയ്യേണ്ടത്? ടി പിയിലെ രണ്ടാമത്തെ എം പിയെ, ടി പി കോളത്തിൽ താഴേക്ക് സംഖ്യകൾ തന്നിട്ടുണ്ടാവും. ആ താഴേക്ക് തന്നിട്ടുള്ള സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് മൈനസ് ചെയ്യുക. ഒന്നാമത്തെ കോളത്തിന് നേരെയുള്ള എം പി എപ്പോഴും ഐഫൺ ആണ് ഇടേണ്ടത്. ഒന്നാമത്തെ ടി പിക്ക് നേരെയുള്ള എം പി കോളം ഐഫൺ ഇടണം. കാരണം ഒന്നാമത്തെ ടി പിയുടെ ആ സംഖ്യയെ അതിന് മുകളിലുള്ള ഒരു ടി പി കൊണ്ട് മൈനസ് ചെയ്യാൻ അവിടെ നമുക്ക് പുതിയൊരു സംഖ്യ ഉണ്ടാവില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ, ആദ്യത്തെ കോളത്തിൽ ടി പിയുടെ ആദ്യത്തെ കോളത്തിൽ 10 എന്നാണെങ്കിൽ ആ 10ന് നേരെയുള്ള എം പി കോളം എന്തായിരിക്കും? അത് ഐഫൺ ഒരു വരയാണ് വരയ്ക്കേണ്ടത്. ഒരു ഡാഷ് ഇട്ടാൽ മതി. മനസ്സിലായോ? എന്താ കാരണം? അതിന് മുകളിൽ, ഈ 10ന് മുകളിൽ വേറെ സംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ്. 10ന് മുകളിലുള്ള സംഖ്യ കൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഖ്യ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എം പി ഐഫൺ ഇടുന്നത്. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കോളത്തിലെ എം പി കാണാൻ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ടി പി എ, അതായത് രണ്ടാമത്തെ ടി പി 20 ആണെങ്കിൽ ആ 20നെ അതിന് മുകളിലുള്ള ടി പി ആയിട്ടുള്ള 10 കൊണ്ട് മൈനസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ 20 - 10. അപ്പോൾ രണ്ടാമത്തെ കോളത്തിലുള്ള എം പി നമുക്ക് 10 എന്ന് കിട്ടും.
ആ രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇനി താഴേക്ക് മൂന്നാമത്തെ എം പി കാണാൻ മൂന്നാമത്തെ ടി പിയെ രണ്ടാമത്തെ ടി പി കൊണ്ട് മൈനസ് ചെയ്യുക. ഓക്കെ, നാലാമത്തെ എം പി കാണാൻ നാലാമത്തെ ടി പിയെ മൂന്നാമത്തെ ടി പി കൊണ്ട് മൈനസ് ചെയ്യണം. ഇങ്ങനെയാണത് ചെയ്തു പോകേണ്ടത്. അപ്പോൾ എം പി കാണാൻ നമ്മൾ ടി പി കോളത്തെ താഴേന്ന് മുകളിലേക്ക് തൊട്ട് മുകളിലുള്ള നമ്പറിനെ ഇങ്ങനെ മൈനസ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ ഒരു കാൽക്കുലേഷൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 തരം ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3 തരം ഉൽപ്പന്നങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ 3 ഉൽപ്പന്നങ്ങൾ, ഒന്ന് ടി പി ആണ്, രണ്ടാമത്തേത് എ പി ആണ്, മൂന്നാമത്തേത് എം പി ആണ്. ടി പി കാണാൻ ടി പി സമം പി ഇൻറ്റു ക്യൂ ആണ്. വിലയെ അളവ് കൊണ്ട് ഗുണിക്കുക. വസ്തുക്കളുടെ വിലയെ, വസ്തുക്കൾ ഉണ്ടാക്കിയ വസ്തുക്കളുടെ എണ്ണം കൊണ്ട് അതിൻ്റെ വിലയെ ഗുണിക്കുക. രണ്ടാമത്തേത് എ പി എന്ന് പറയുന്നത് ടി പിയെ ക്യൂ കൊണ്ട് ഹരിക്കുക. മൂന്നാമത്തേത് എം പി കാണാൻ ടി പിയെ മുകളിലുള്ള ടി പി സംഖ്യ കൊണ്ട് മൈനസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.